നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ക്രിയേറ്റീവ് ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമ്മള് ഇന്ന് നമ്മള് മാർക്കറ്റ് പ്രൊഫൈലിന്റെ അവസാനത്തെ വീഡിയോ ഇന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം 10 വീഡിയോ സീരീസ് ആയിട്ടാണ് ഒരു തുടക്കത പോലെ 10 വീഡിയോ ആയിട്ടാണ് നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലിനെ അവതരിപ്പിച്ചത് നിങ്ങളുടെ മുമ്പില്. കാരണം അതൊരു സബ്ജക്റ്റീവ് കുറച്ച് പുതിയൊരു ന്യൂ സബ്ജക്റ്റ് ആണ്. പഴയ ആൾക്കാർക്ക് അത് അറിഞ്ഞുകൂടാ. പുതിയ പല ആൾക്കാർ മാർക്കറ്റിംഗ് വരുമ്പോൾ അവർ വന്നിട്ടുണ്ട്. എന്നാൽ കൂടെ കുറെ തെറ്റായ ധാരണകളൊക്കെ ഉള്ളത് കൊണ്ട് ഇതൊരു എളുപ്പത്തിൽ പഠിക്കുവാനും അവർക്ക് മനസ്സിലാവാനും വേണ്ടിയിട്ട് 10 വീഡിയോ ആയിട്ടാണ് നമ്മളത് മാർക്കറ്റ് പ്രൊഫൈലിലെ വീഡിയോ ഇട്ടത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇടാൻ പോകുന്നത് എന്താണ്? ഓർഡർ ഫ്ലോയെ കുറിച്ചുള്ള ഒരു ഫസ്റ്റ് സീരീസ്. ഓർഡർ ഫ്ലോയുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓർഡർ ഫ്ലോ നിങ്ങൾ പലർക്കും കേട്ട് കാണും. ഓർഡർ ഫ്ലോ എന്താണെന്ന് പല ആൾക്കാർക്കിടയിലും തെറ്റിദ്ധാരണകൾ ഇഷ്ടംപോലെ ഉണ്ട്. കാരണം ഓർഡർ ഫ്ലോ എന്ന് പല രീതിയിൽ പറയും. വോളിയം പ്രൊഫൈലിനെ വെച്ച് പറയും ചിലര്. ഓർഡർ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഓർഡറിനകത്ത് കാണുന്ന കുറെ കാര്യങ്ങളും ഇങ്ങനെ കുറെ തെറ്റിദ്ധരിക്കപ്പെട്ടതും മിഥ്യയായാലും ശരിയായ രീതിയിലുള്ള പല കാര്യങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത് എന്താണ് ഓർഡർ ഫ്ലോ. ഓർഡർ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, അത് വെച്ച് നിങ്ങൾക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നതിനെ കുറിച്ച് എല്ലാം ഞാൻ നിങ്ങൾക്ക് ഈ ഓർഡർ ഫ്ലോയുടെ സീരീസിലേക്ക് വരുന്നതാണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ മല്ലു മാർക്കറ്റ് പ്രൊഫൈലിന്റെ പുതിയൊരു പോഡ്കാസ്റ്റ് ആയ ഓർഡർ ഫ്ലോ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഓർഡർ ഫ്ലോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഓർത്തോളുക. നമ്മൾ ഈ ചെസ്റ്റിന് ഇൻഫെക്ഷൻ വന്ന സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യും? നമ്മളെ എക്സ്റേ എടുക്കുന്നത് പോലെ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിന്റെ ക്യാൻഡിലിന്റെ എക്സ്റേ എന്ന് പറഞ്ഞാൽ ആ ക്യാൻഡിനകത്ത് എത്ര ബൈ നടക്കുന്നു, എത്ര സെല്ല് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻഡിലിന്റെ എക്സ്റേ പറയുന്ന പേരാണ് ഓർഡർ ഫ്ലോ. ഇതൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഇതിന് നമ്മൾ ഡാൽട്ടൺ എന്ന് പറഞ്ഞാൽ ഡാൽട്ടൺ ബ്രദേഴ്സിലെ മാർക്കറ്റ് പ്രൊഫൈലിനെ ജനകീയമാക്കിയ ആളാണ് ഡാൽട്ടൺ പറയുന്നത് ഓർഡർ ഫ്ലോ ഈസ് ദി സെക്കൻഡ് ലെവൽ ഓഫ് മാർക്കറ്റ് പ്രൊഫൈൽ എന്നാണ്. അതായത് സെക്കൻഡറി ലെവൽ മാർക്കറ്റ് പ്രൊഫൈൽ ബേസ് 2 ആണ് ഓർഡർ ഫ്ലോ എന്ന് ഡാൽട്ടൺ പറയുന്നത്. സോ ഈ ഓർഡർ ഫ്ലോ ഒക്കെ നമുക്ക് എന്താണ് കാണുന്നത്? ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സെല്ലറും റൈറ്റ് സൈഡിൽ ബയറും അലൈൻ ചെയ്തുകൊണ്ട് ഒരു ക്യാൻഡിലിന്റെ എക്സ്റേ നമ്മൾ കാണിച്ചു തരും. ഇതിനെ പറയുന്ന പേരാണ് ഓർഡർ ഫ്ലോ. ഓർഡർ ഫ്ലോയുടെ ഒരു ക്യാൻഡിലിലെ നമുക്ക് വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാണാൻ പറ്റും. നിങ്ങൾ ഈ കാണുന്ന എന്താണ്? ഇത് ഇന്നലത്തെ നിഫ്റ്റിയുടെ നമ്മളെ 9:45 ശേഷം വന്ന് ഈ 11:30 മണിക്ക് തുടങ്ങിയ ആ ക്യാൻഡിൽ, അതായത് 11:30-12:30 മണിക്കല്ല, ഈ ഒരു ക്യാൻഡിലിന്റെ ഒരു സാധനം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇന്നലെ NSE ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രകാരമുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു. അപ്പൊ ഇന്നലെ നിങ്ങൾ കൃത്യമായി ഇന്നലെ നിഫ്റ്റിയിൽ ഈ ഒരു ക്യാൻഡില് ഓപ്പൺ ചെയ്തത് 22,538, ഹൈ മെയ്ഡ് ചെയ്തത് 22,549.70, ലോ 502.10. നിങ്ങൾ ഈ മുകൾ ഭാഗത്ത് ഈ ഭാഗത്ത് കാണുന്നുണ്ടല്ലോ 502.10. അതിന് ക്ലോസ് ചെയ്തേക്കാൻ 22,536. അതായത് 6 പോയിന്റ് പ്ലസിൽ ആ ക്യാൻഡിൽ അവസാനിച്ചു. ആ ക്യാൻഡിലിന്റെ ഓർഡർ ഫ്ലോ ആണ് നിങ്ങൾ ഈ കാണുന്ന ഈ സ്കാനം, ഈ ഒരു സാധനം നിങ്ങൾ കണ്ടുനോക്കൂ. അതിനകത്ത് എവിടെയാണ് ഇപ്പൊ ലാസ്റ്റ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ക്യാൻഡിലിന്റെ ബോഡിക്ക് ശേഷം കുറെ സ്പൈക്ക് ഉണ്ട്. ടിൽ 502 വരെ സ്പൈക്ക് ഉണ്ട്. നിങ്ങൾ ഇവിടെ നോക്കൂ, ഇവിടെയൊക്കെ 321/0. ഇതൊക്കെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ആണ്. അതായത് ഇതിൽ ട്രേഡ് ചെയ്ത ആൾക്കാർക്ക് സ്റ്റോപ്പ് ലോസ് സംഭവിച്ച ആൾക്കാരുടെ ഓർഡർ ആണ്. നിങ്ങൾ അതേസമയം നിങ്ങൾ ഇവിടെ ഒരു നിങ്ങൾ നോക്കൂ, ഈ ക്യാൻഡിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? ചുവപ്പാണ് കാണുന്നത്. ഈ ക്യാൻഡിൽ ചുവപ്പ് കാണുന്നു. അതിനകത്ത് ഇവിടെ കുറച്ച് സെല്ലിംഗ് ഉണ്ടായിരുന്നു. നിങ്ങൾ അടുത്ത ക്യാൻഡിൽ നോക്കൂ, ഇവിടെ പച്ച കളർ ക്യാൻഡിൽ, നമ്മൾ ബുള്ളിഷ് ക്യാൻഡിൽ. ഈ ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ നോക്കും, നിങ്ങൾക്ക് ഒരു ക്യാൻഡിൽ എത്ര വോളിയം നടന്നു? അതായത് 5210 ലോട്ട് സൈസ് വോളിയം നടന്നു. അതിൽ 336 നെറ്റ് ബൈയിങ് ഉള്ള ക്യാൻഡിലാണ്. സോ ബുള്ളിഷ് ആണ്. അതേസമയം നിങ്ങൾ ഇവിടെ നോക്കൂ, ഈ ഒരു ക്യാൻഡിൽ എന്താണ്? മൈനസ് ആണ് കാണിക്കണം. നിങ്ങളെ കാണുമ്പോൾ ബേറിഷ് ക്യാൻഡിൽ. കാരണം ക്യാൻഡിലിന്റെ സ്ട്രെങ്ത്, ക്യാൻഡിൽ എങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്? ക്യാൻഡിലിന്റെ കളർ പച്ചയാണോ ചുവപ്പാണോ? ക്യാൻഡിലിന്റെ ഓപ്പണും ക്ലോസും, അതായത് ഓപ്പണിനെക്കാട്ടി മുകളിൽ ക്ലോസ് വരെയാണെങ്കിൽ അത് പച്ച ക്യാൻഡിൽ എന്ന് പറയും, അല്ലെങ്കിൽ ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറയും. ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയും. അല്ലെങ്കിൽ ഒരു ക്യാൻഡിലിന്റെ ഓപ്പണിനെക്കാട്ടി ക്ലോസ് താഴെ വരെയാണെങ്കിൽ അതിനെന്ത് പറയും? ബേറിഷ് ക്യാൻഡിൽ, അല്ലെങ്കിൽ ചുവന്ന ക്യാൻഡിൽ, അല്ലെങ്കിൽ എന്താണ് സെല്ലിംഗ് ഉള്ള ക്യാൻഡിൽ എന്ന് പറയും. നിങ്ങൾ ഇവിടെ നോക്കൂ, ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം നിങ്ങൾ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ നിങ്ങൾ കാണുന്നത്. അതായത് ഓപ്പണ് 546-ലും ക്ലോസ് 540 കൊണ്ട് ഇതൊരു സെല്ലിംഗ് ക്യാൻഡിലാണ് കാണുന്നു. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ ഒരു ക്യാൻഡിൽ നെറ്റ് എത്രയാണ്? 8328 ലോട്ട് സൈസ് ബൈ ഓളിൻ നടന്നു. അതിൽ 1250 നെറ്റ് ബൈയിങ് ആണ്. ഡെൽറ്റ ഇവിടെ പ്ലസ് ആണ്.
സോ നിങ്ങൾ ഒരു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഒരു ക്യാൻഡിലിന് ഡിഫറൻസും എന്താണ് ഓർഡർ ഓഫ് ഫ്ലോ തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന്. ഇവിടെ നമ്മൾ ചുവന്ന ക്യാൻഡിൽ കാണുന്നത്, ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ചുവന്ന ക്യാൻഡില്, അതായത് ഈ ചുവപ്പ് സെല്ലിംഗ് എന്ന് പറയും പോലെ, ഈ ചുവപ്പ് സെല്ലിംഗ് എന്ന് പറയും പോലെ. പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങൾ കാണുമ്പോൾ ഈ ക്യാൻഡിലിനകത്ത് മൊത്തം 8328 ലോഡ് സൈസ് വോളിയം നടന്നു. അതിൽ 1250 ക്യാൻഡിലും നമുക്ക് പ്ലസിലേക്കാണ് പോയിരിക്കുന്നത്. സോ ഈ ഒരു ക്യാൻഡിലിന്റെ വോളിയം നിങ്ങൾ കാണുമെന്ന് പറയും, നിങ്ങൾക്ക് ഓർഡർ ക്യാൻഡിൽ സ്റ്റിക്ക് മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാർ പറയും അയ്യോ ഈ ക്യാൻഡിൽ ചോദ്യ സെല്ലിംഗ് ക്യാൻഡിലാണ്, അതോ ആരോ വിറ്റിട്ടുണ്ട്. പക്ഷെ ആസ് എൻ ഓർഡർ ഫ്ലോ ട്രേഡർ നമ്മളിവിടെ കാണുമ്പോൾ എന്താണ് കാണുന്നത്, ഓ ഈ ഒരു ക്യാൻഡിൽ ഇത്രയും ക്യാൻഡിലിന്റെ കളർ ചുവപ്പാണ്, അത് ഓപ്പൺ ക്ലോസിനെക്കാട്ടി മുകളിലായാണ്, അതായത് ക്ലോസ് ഈസ് ലെസ് ദാൻ ഓപ്പൺ ആയത്, അതായത് 22,546 ഓപ്പൺ ചെയ്ത് 540 അവസാനിച്ചു, 6 പോയിന്റ് താഴെ അവസാനിച്ച ക്യാൻഡിൽ ആയതുകൊണ്ട് അത് ക്യാൻഡിൽ ചുവപ്പാണ്. പക്ഷേ ഈ ഓർഡർ ഫ്ലോയുടെ നമ്മളെ നോക്കൂ, നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, ഓർഡർ ഫ്ലോ യൂസേഴ്സിന്റെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങൾ ഈ കാണുമ്പോൾ ഇതിനകത്ത് കാണുന്നത് എന്താണ്, 8328 ക്വാണ്ടിറ്റി ബൈയിങ്ങും അതിൽ 1250 ക്വാണ്ടിറ്റി പ്ലസിലാണ് കാണുന്നത്. അതിന് അർത്ഥം എന്താണ്, ഈ ക്യാൻഡിൽ നമ്മളെ സംബന്ധിച്ച് ബുള്ളിഷ് ക്യാൻഡിലാണ്, അല്ലാതെ ഒരു ബേറിഷ് ക്യാൻഡിൽ അല്ല. സോ ഓർഡർ ഫ്ലോ ഡിഫറൻസ് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കാനുള്ളത്. ഓർഡർ ഫ്ലോ പ്യൂർലി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തുവാണെന്ന് വെച്ചാൽ, ഓർഡർ ഫ്ലോയ്ക്കകത്ത് ഏറ്റവും വലിയ ഒരു ഉപകാരം എന്ന് വെച്ചാൽ അത് ബയറുടെ സെല്ലറുടെ സ്ട്രെങ്ത് നിങ്ങൾക്ക് ഓർഡർ ഫ്ലോയ്ക്കകത്ത് അറിയാൻ പറ്റും. ആരാണ് മുന്നിൽ, ഇപ്പൊ ഈ നേരത്തെ കാണിച്ച ക്യാൻഡിലാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ പറ്റും. ഈ ക്യാൻഡിൽ നിങ്ങൾ നോക്കൂ, ഈ ക്യാൻഡിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ബയറും സെല്ലറും തമ്മിലുള്ള സ്ട്രെങ്ത്തിൽ ആരാണ് മുന്നിട്ട് നിൽക്കുന്നത്, ബയറാണ് ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത്. നമ്മളെ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ മാത്രം ഉപയോഗിക്കുന്ന ആളാണ് നമ്മൾ പറയോ ഇത് സെല്ലിംഗ് ക്യാൻഡിലാണ്, ഇവിടെ ആരെയും വിറ്റിട്ടുണ്ട്. പക്ഷെ അതല്ല, തെറ്റിദ്ധാരണയാണത്, തെറ്റായ കാരണമാണ് നിങ്ങൾ പഠിക്കുന്നത്. അത് നിങ്ങളെ പല ബ്രേക്ക് ഔട്ടിനും പല കാര്യങ്ങൾക്കും നിങ്ങൾ നെഗറ്റീവായി വരും. സോ ആ ഒരു കാര്യം ഇവിടെ നിങ്ങൾ ഓർത്തോളുക. രണ്ടാമത്തെ കേസ് അടുത്ത എന്താണ്, POC വിൽ ഗൈഡ് യു ടു ടേക്ക് പൊസിഷൻ. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് POC, അതായത് നമ്മൾ പറഞ്ഞല്ലോ പോയിന്റ് ഓഫ് കൺട്രോൾ ഒക്കെ മാർക്കറ്റ് പ്രൊഫൈൽ പഠിച്ച അതേപോലെ ഈ ക്യാൻഡിലിന്റെ POC ഈ മുകളിലാണ് ഫോം ചെയ്യിക്കുന്നത്. അപ്പൊ അതിനർത്ഥം എന്താണ്, ആരോ ഇവിടെ ഈ ക്യാൻഡിലിന്റെ POC മുകളിലേക്ക് ഫോം ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് ഇത് ബൈയിങ് ക്യാൻഡിൽ ആണെങ്കിൽ കൂടി അതിന്റെ POC മുകളിലായതുകൊണ്ട് നമുക്കത് എന്താണ്, അതൊരു നല്ലൊരു ഗുഡ് ബൈയിങ് ക്യാൻഡിൽ അല്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഈ POCയുടെ കാര്യങ്ങളും ഡെൽറ്റയുടെ കാര്യങ്ങളും നമ്മൾ ഇനി വരാൻ പോകുന്ന കമ്മിറ്റ്മെന്റ് ഓഫ് ട്രേഡേഴ്സ് അഥവാ കോട്ട്, ക്യുമുലേറ്റീവ് ഡെൽറ്റ, അഗ്രസീവ് ബൈയിങ്, ഇതെല്ലാം നമ്മൾ ഇനി വരാൻ പോകുന്ന സീരീസ് ഓഫ് വീഡിയോ ഓർഡർ ഫ്ലോ വീഡിയോ ഒക്കെ തരുന്നതാണ്. അപ്പൊ അതിനെക്കുറിച്ച് പിന്നെ കിടക്കാം നമുക്ക്. അപ്പൊ ഈ POC ഡിസൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്താണ് ക്യാൻഡിൽ കൊള്ളാമോ ഇല്ലേ എന്ന്. പിന്നെ എന്താണ്, ഒരു ട്രെൻഡ് ഡേയിൽ നമുക്ക് ഓർഡർ ഫ്ലോ അനലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബയറിന്റെ സ്ട്രെങ്ത് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ട്രേഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, നമുക്ക് പ്രോഫിറ്റബിലിറ്റി നമുക്ക് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി കിട്ടാൻ പറ്റും. അങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ മൂന്നാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മുടെ നിഫ്റ്റിയിൽ നിങ്ങൾ നോക്കൂ, ഈ എക്സ്പയറി ഡേയുടെ അന്ന് നിങ്ങൾ നോക്കൂ, നിഫ്റ്റിയിൽ ഒരിക്കൽ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം മാർക്കറ്റ് പൊട്ടി തിരിച്ച് കയറി വന്ന ദിവസങ്ങളെ നിങ്ങൾ ആ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ ഓർഡർ ഫ്ലോ ക്യാൻഡിൽ വരുന്നത് നോക്കൂ, ഒരിക്കൽ പൊട്ടി വീണ്ടും ഇറങ്ങി തിരിച്ച് കയറിയപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഒറ്റ ക്യാൻഡിൽ 1 lakh വോളിയം നടന്നു, 25,000 മോളം ഡെൽറ്റ ബൈയിങ് വന്നു. ഈ ഒറ്റ ക്യാൻഡിലാണ് എന്റെ ഒരു സിസ്റ്റത്തിനെ ചേഞ്ച് ചെയ്ത് മാറിയത്. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ദിവസം ഈ ബൈയിങ്ങിന്റെ സ്ട്രെങ്ത് ഓഫ് ദ ക്യാൻഡില്, വോളിയം ഉണ്ട്, ഇതെല്ലാം നമുക്ക് ഏത് വച്ചേ നമുക്ക് അറിയാൻ പറ്റും, ഓർഡർ ഫ്ലോ വെച്ച് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു ട്രെൻഡ് ഡേ മാറുന്നോ, പ്രത്യേകിച്ച് ഓപ്ഷൻസിന്റെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള എക്സ്പെർട്ട് ദിവസങ്ങളിലൊക്കെ നമുക്ക് ഓർഡർ ഫ്ലോ നമുക്ക് സ്ട്രെങ്ത് തരും, നമുക്കത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല അറിയാം. പിന്നെന്താണ്, പ്യൂർലി ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിഗർ പ്ലെയർ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി മാർക്കറ്റിലുണ്ടോ, ബിഗർ പ്ലെയർ മാർക്കറ്റിലുണ്ടോ, എല്ലാം നമുക്ക് ഓർഡർ ഫ്ലോ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. ഒരു ബിഗർ അതായത് നമുക്ക് നോർമലി നടക്കുന്ന 3000 ക്വാണ്ടിറ്റി അല്ലെങ്കിൽ 5000 ക്വാണ്ടിറ്റി വോളിയം നടക്കുന്ന ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ, ആ സ്ഥാനത്ത് ഒരു 10,000 ക്വാണ്ടിറ്റി വോളിയം വരുന്നു, ഒരു ഒറ്റയടിക്ക് 4000 ക്വാണ്ടിറ്റി ബയർ വരുന്നു, അല്ലെങ്കിൽ ഒരു 6000 ക്വാണ്ടിറ്റി ബയർ വരുന്നു. ആ ബയറൊക്കെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും, നിങ്ങൾക്ക് ഓർഡർ ഫ്ലോയുടെ ക്യാൻഡിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർഡർ ഫ്ലോ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യും. കാരണം ഓർഡർ ഫ്ലോ ഒക്കെ നമുക്ക് നോക്കുമ്പോൾ കൃത്യമായി അറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, ഈ സമയത്ത് ഈ മാർക്കറ്റ് ഇവിടെ പോയ സമയത്ത് ഈ ഒരു ഒറ്റ ക്യാൻഡിൽ എന്റെ സിസ്റ്റം മാറി, ഓർഡർ ഫ്ലോ വോളിയം വന്നു. വോളിയം വരുമ്പോൾ നമുക്ക് മനസ്സിൽ എന്താണ്, ആരോ ഇതിനകത്ത് വാങ്ങുന്നുണ്ട്. ഈ നോക്ക് ഇവിടെ ഇത്രയും ഡെൽറ്റയും വന്നു. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ 49,000 ക്വാണ്ടിറ്റി വോളിയത്തിൽ 9,759 ക്വാണ്ടിറ്റി ബൈയിങ്, പാസീവ് ബൈയിങ്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ പാസീവ്, ക്യുമുലേറ്റീവ് എല്ലാ ബൈയും ചേർന്ന് വരുന്നത്, അഗ്രസീവ് എല്ലാം ചേർന്നാണ് ഡെൽറ്റ വരുന്നത്. സോ ഈ ഡെൽറ്റയ്ക്ക് അത് നോക്കുമ്പോൾ ഇത്രയും ബൈയിങ് കൊണ്ട് അതൊരു കിടിലൻ ക്യാൻഡിലാണ്. ആ ക്യാൻഡിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കും മാർക്കറ്റ് കയറുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് നോക്കി, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഷോർട്ട് പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറിയിരിക്കാം. ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ചെയ്യും. ഇതെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു വാക്കിനെ പറയുന്ന പേരാണ് റിസ്ക് മാനേജ്മെന്റ്. റിസ്കിനെ മാനേജ് ചെയ്യാൻ നമുക്ക് ഓർഡർ ഫ്ലോ സഹായിക്കും. ഓർത്തോടുക, ഓർഡർ ഫ്ലോ എന്ന് പറഞ്ഞത് എക്സ്റേ ഓഫ് എ ക്യാൻഡിൽ ആണ്. ഇതിനകത്തുള്ള സ്ട്രെങ്ത് നമുക്ക് അറിയാൻ പറ്റും. ബയറും സെല്ലറും തമ്മിലുള്ള പ്ലേയേഴ്സിന്റെ സിസ്റ്റം ഇങ്ങനെ അറിയാൻ പറ്റും. ആ POC എവിടെ ഫോം ചെയ്തേക്കണം അറിയാൻ പറ്റും.
ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സ് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് FIs ഉണ്ടോ എന്ന് അറിയാൻ പറ്റും, ബിഗർ പാർട്ടീസ് ആയ പ്രോപ്പർട്ടി ഡെസ്കിന്റെ ആക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും, ലോക്കൽസിന്റെ പ്ലേ അറിയാൻ പറ്റും, റിസ്കിനെ മാനേജ് ചെയ്യുക. നമ്മുടെ ഇതിന്റെ ഒരൊറ്റ വാക്ക് നിങ്ങൾ ഓർത്തോളൂ, എല്ലാം കൂടെ ചേർത്ത് ഒരു തൊഴുത്തിൽ കെട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റിസ്ക് മാനേജ്മെന്റ്. നമ്മുടെ റിസ്കിനെ നമ്മളെ മാനേജ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ടൂളാണ് ഓർഡർ ഫ്ലോ. സോ ഓർഡർ ഫ്ലോ സീരീസിന്റെ ആദ്യത്തെ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഓർഡർ ഫ്ലോ സീരീസിന് ഇനി ഓരോ കാര്യങ്ങളും വന്നുകൊണ്ടുള്ള പുതിയ 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 വീഡിയോസ് വരുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ സൈൻ ഔട്ട് ചെയ്ത് നിങ്ങളുടെ വിഷ്ണുഗുപ്തൻ. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഞങ്ങളുടെ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റ ബൈ ബൈ ആൻഡ് ഹാപ്പി സൺഡേ ടു ആൾ ഓഫ് യു.